ഒരു കോൺസ്റ്റബിൾ ഉണ്ടായല്ലോ. കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ എന്നാടാ വേന്ന് ഒരു എസ് ഐനെ കയറി കോൺസ്റ്റബിൾ വിളിക്കണം. എന്നാടാ പൊന്നെ എടോ സ്ഥലം എസ് ഐ ആണോ ഞാൻ? എന്നെ കയറിയാണോ താൻ എന്നടാവേ എന്ന് വിളിക്കണത്? എന്നടവെന്നാലും പിന്നെ എന്നെ അളിയാ ഞാൻ വിളിക്കണ്ടേ? അളിയാണോ? എടോ ഞാൻ ഇവിടുത്തെ എസ് ഐ അല്ലേ, താനൊരു കോൺസ്റ്റബിൾ ആണ്ട്. ഈ പുള്ളിക്കാരന്റെ പെങ്ങളെ ഞാൻ കെട്ടിയത്, പിന്നെ അളിയാന്നല്ല പിന്നെ അന്നാന്നാ വിളിക്കും ഞാൻ. അടിയനും പുള്ളിനൊക്കെ അങ്ങ് വീട്ടില്, ഇവിടെ തന്നെ സാറത്ത് വിളിക്കണം. സാറ് ശരിക്കും കല്യാണം അല്ലാന്ന് എന്റെ തല വെച്ച് കെട്ടി തന്നതാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാൻ പറയട്ടെ. അത് പറയുന്നുണ്ട്. കല്യാണം കഴിച്ചത് പോട്ടെ, 4-ാം മാസമായപ്പോ അവളങ്ങ് പ്രസവിച്ച്. പ്രസവിച്ചു ഞാൻ അളിയന്റെ അടുത്തൊന്ന് ചോദിച്ചു, അളിയ അവള് 4-ാം മാസത്തിൽ പ്രസവിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോ അളിയൻ പറയുക 6 മാസം നിനക്ക് ലാഭമായില്ലേ? ഇത് ലാഭമില്ലത്. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ എന്റെ പെങ്ങൾ ആക്ഷേപിക്കരുത്. എന്റെ തറവാട്ടിൽ പാരമ്പര്യമായിട്ട് നടക്കുന്ന ഒരു പ്രതിഭാസമാണത്. അതിന്റെ ചന്ദ്രഗ്രഹണമാണോ നിങ്ങളുടെ പ്രതിഭാസം? എന്റെ പെങ്ങൾക്ക് മാത്രമല്ലേ കുഴപ്പം വന്നത്. എന്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട് 4-ാം മാസം അമ്മ എന്നെ പ്രസവിച്ചതേ. അപ്പൊ നാട്ടുകാർ വിളിച്ചത് എന്താ? 4-ാം മാസം കൂട്ടാ 4-ാം മാസം കൂട്ടാന്നാ എന്നെ വിളിക്കുന്നത്. നല്ല പേരല്ലേ? അപ്പൊ സീരിയൽ കുടുംബമാണിത് ശരിക്കും. ഇത് എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതൊരു ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട്, അവരുടെ മുമ്പിൽ വെച്ച് കേരള പോലീസിന്റെ വില കളയല്ലേ. എനിക്ക് വന്ന ഒരു കാര്യം പറയട്ടെ. അളിയൻ ഇവിടുന്ന് തക്ക തരികടാന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ച ഒരു കാര്യം ഞാൻ പറയും. ഞാൻ പെങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുവിടും. പെങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുവിടും? എന്റെ പൊന്നെ, അവളെ അങ്ങോട്ട് കൊണ്ടുവരരുത്. അവളുടെ പേര് ദോഷക്കാരനാണ് എന്റെ കല്യാണം നടക്കാത്തത്. ഞാൻ എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിച്ചോട്ടെ, അതിനുശേഷം അവളെ കൊണ്ട് അക്കളിയാ. എന്റെ പൊന്നളിയനല്ലേ. അമ്മ വിളിക്കണം. ഇതെന്തൊരു അമ്മ എപ്പോഴും വിളിക്കണം? അമ്മ എന്തായ അമ്മ? ആ കേസ് വേണ്ടമ്മ. ആ പെൺകുട്ടി ഒരു സുഖമില്ല, അതിന് മൂക്കില്ല. വേണ്ട വേണ്ട, അതിന്റെ മൂക്ക് വളഞ്ഞിട്ടായിരിക്കണത്. നമുക്ക് വേറെ കേസ് നോക്കാം, വേറെ ഏതെങ്കിലും നോക്ക് കേട്ടാ. ഓക്കെ അമ്മ. ഹലോ, വൈറസ് കൊണ്ടുണ്ടോ? വൈറസ് കൊണ്ടുവരാൻ ഞാൻ കൊറോണയോ? അതല്ലെന്ന്, വയർലെസ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോന്ന്. അതെ, കൊച്ചെടുത്ത് ഒടിച്ചു കളഞ്ഞ്. എന്റെ ദൈവമേ, ഊതണ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? ഊതടക്കുന്ന നിക്കർ പോലത്തെ ഉള്ളപ്പോഴല്ലേ ഈ ഊത്തൊക്കെ ഉള്ളൂ. ഊത്തോ വെള്ളം അടിച്ചവരെ പിടിക്കാനുള്ള സാധനമില്ലേ, ബ്രീത്ത് അനലൈസർ, അത് കൊണ്ടുവന്നിട്ടുണ്ടോന്ന്. എത്ര ചേട്ടന്മാരാ 2 അടിച്ചിട്ടിരിക്കണെന്ന് അറിയാമോ? മുംബൈയിൽ കറങ്ങി നടക്കാൻ കാശണ്ട, ചെലവണ്ട, ഓരോന്നിനും പിടിച്ച് വെത്തിയടിക്കാം. ആ ചേട്ടനൊക്കെ ഇരിപ്പുണ്ടോ, സ്വന്തം ഭാര്യ അറിയാണ്ട് 4 മേടിങ്ങിട്ടായിരിക്കണത്. ശരിയാണ്, നമുക്ക് എക്കത്തിനും പൊക്കാം. ശരിയാണ്, പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. എന്തോ അത് കംപ്ലൈന്റ് ആണ്. എങ്ങനെ അത് പുതിയ സാധനം, അത് കംപ്ലൈന്റ് ആവാൻ സാധ്യതയില്ലല്ലോ. ഞാനെപ്പോ ഊതിയാലും ബേബ് ശബ്ദം കേൾക്കും. ബെസ്റ്റ്. അപ്പൊ കാലത്തോ ഈ സാധനം അടിച്ചിട്ടാണ് തന്നെ ഊതുന്നതല്ലേ? ഇവിടെ വെള്ളം അടിക്കാതെ അത് പീപ്പിന്ന് കേൾക്കില്ല. അങ്ങനെയാണെങ്കിൽ അളിയന്റെ പെങ്ങൾ ഊതിപ്പോ ശബ്ദം കേട്ടല്ലോ പീപ്പിന്ന്, അവളോ അടിച്ചോ? അന്നാ അത് കംപ്ലൈന്റ് ആയിരിക്കുള്ളൂ. അത് കംപ്ലൈന്റ്. അത് പറഞ്ഞത് എന്താണ്? ഓ, ഭയങ്കര ആയുസാ നിങ്ങളുടെ പെങ്ങൾക്ക്. അവളാ വിളിക്കുന്നത്. എന്നാടി? ഓ, എന്തേ? അവള് ചോദിക്കുക പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ ഏത് പഴ ഇടണ്ടേന്ന്. ഹലോ എടി പൊട്ടി, നീ നമ്മുടെ തറവാടിന്റെ മാനം കളയാൻ വേണ്ടി ജീവിക്കാനാണോ? എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? ഇത്രക്ക് വിവരമില്ല നിനക്ക്, ഇത്രക്ക് ബോധമില്ലേ? ഒന്നിലേക്ക് നീ ഒരു എസ് ഐയുടെ പെങ്ങളല്ലേ? എടി പഴങ്കഞ്ഞി ഉണ്ടാക്കാനുള്ള പഴം ഏതാണെന്ന് നിനക്കറിയില്ലേ? റോബസ്റ്റ പഴം. ബെസ്റ്റ്. ഒരു നുഖത്തെ വെച്ച് കേട്ടാ റോബസ്റ്റാന്ന്.